നമസ്കാരം. അസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. കണ്ണൂരിൽ MDMയുമായി 2 പേർ അറസ്റ്റിൽ. കൊട്ടൂരിൽ കൂട്ടിക്കെട്ടിയിരുന്ന പോത്തിനെ കടുവ കൊന്നു തിന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ പ്രതി ആത്മഹത്യ ചെയ്തു. കുടുംബക്ഷേത്രത്തിനുള്ളിൽ സൂക്ഷിച്ചത് 30 ലിറ്റർ മദ്യം. 65കാരൻ പിടിയിൽ. കാനത്തിൽ ജമയിലേക്ക് വിട നൽകി നാട്. സംസ്കാരം നടന്നു. രാഹുലിനെതിരെ വീണ്ടും ബലാത്സംഗ പരാതി. ക്രൂരപീഡനത്തിനിരയായെന്ന് 23കാരി. വാർത്തകളിലേക്ക് പോകാം. തവക്കരയിലെ ഒരു ഹോട്ടലിൽ വെച്ച് MDMയുമായി 2 പേരെ കണ്ണൂർ ടൗൺ പോലീസ് പിടികൂടി. തയ്യിൽ മരക്കാർക്കണ്ടി സ്വദേശികളായ CH ആരിഫ് 41, അപർണ 25 എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 2.94 ഗ്രാം MDMA പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ലഹരി വസ്തുക്കളുമായി ഒരു സ്ത്രീയും പുരുഷനും ഹോട്ടലിലുണ്ടെന്ന രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് അറസ്റ്റ്. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിനുമോഹൻ PIയുടെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ ദീപ്തി വിവിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. സബ് ഇൻസ്പെക്ടർ വിനീത്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുമേഷ്, സമീർ, സിവിൽ പോലീസ് ഓഫീസർമാരായ സൗമ്യ, വിനുമോൻ എന്നിവരും പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നു. കൊട്ടിയൂർ പഞ്ചായത്ത് പൊയ്മാലിയിൽ കൂട്ടിൽ കെട്ടിയിരുന്ന പോത്തിനെ കടുവ കൊന്നു തിന്നു. പൊയ്മല സ്വദേശി കുരിശുമൂട്ടിൽ ജോർജിൻ്റെ പോത്തിനെയാണ് കടുവ കൊന്നു തിന്നത്. പ്രദേശത്ത് മുമ്പും പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പലതവണ വനംവകുപ്പ് കൂട് സ്ഥാപിച്ച് വന്യജീവിയെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡ് പ്രതി ജീവനൊടുക്കി. ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ വയനാട് കോണിച്ചിറ സ്വദേശി ജിൽസ് 49 കഴുത്തറുത്ത് ആത്മഹത്യ ചെയ്തത്. ഇന്ന് പുലർച്ചെ 5:30യോടെയാണ് സംഭവം. മൂർച്ചയുള്ള ചെറിയ ആയുധം ഉപയോഗിച്ച് കഴുത്തറുത്ത ശേഷം മുറിവിൽ നിന്ന് കൈകൊണ്ട് ഞെക്കി രക്തം കളയുകയായിരുന്നുവെന്ന് ജയിൽ അധികൃതർ അറിയിച്ചു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജിൽസിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. 7 മാസം മുൻപാണ് ജിൽസിനെ മാനന്തവാടി സബ് ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. ഇതിനു മുൻപ് ഇയാൾ 2 തവണ ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു. കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ബലാത്സംഗ പരാതി. ഹോട്ടൽ മുറിയിൽ കൊണ്ടുപോയി രാഹുൽ ക്രൂരപീഡനത്തിനിരയാക്കിയെന്ന് യുവതി വെളിപ്പെടുത്തിയെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ക്രൂരപീഡനത്തിനിരയായെന്ന് ബംഗളൂരു സ്വദേശിയായ 23കാരി കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകി. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സണ്ണി ജോസഫ് എന്നിവർക്കാണ് പരാതി നൽകിയത്. വിവാഹ വാഗ്ദാനം നൽകി ബന്ധം സ്ഥാപിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ. ഹോട്ടൽ മുറിയിൽ വെച്ച് രാഹുൽ ക്രൂരമായി ആക്രമിച്ച് ശാരീരമാകെ മുറിവേൽപ്പിച്ചു. ശാരീരികവും മാനസികവുമായി ക്രൂരപീഡനമാണ് നേരിട്ടതെന്ന് യുവതി പരാതിയിൽ പറയുന്നു. ഗർഭിണിയാകണമെന്ന് രാഹുൽ തന്നോടും ആവശ്യപ്പെട്ടു. ആദ്യ ആക്രമണത്തിന് ശേഷം രാഹുൽ വിവാഹ വാഗ്ദാനം പിൻവലിച്ചെന്നും യുവതി പറയുന്നു. ഇമെയിൽ വഴിയാണ് യുവതി കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി അയച്ചിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് രാഹുൽ യുവതിയുമായി സൗഹൃദം സ്ഥാപിക്കുന്നത്. തുടർന്ന് ഫോൺ നമ്പർ വാങ്ങി രാഹുൽ വിവാഹ വാഗ്ദാനം നൽകിയതായി യുവതി പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികമായി ചൂഷണം ചെയ്തെന്നും ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചെന്നും മറ്റൊരു യുവതി മുഖ്യമന്ത്രിക്കടക്കം കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു. ഇതിൽ കേസെടുത്തതിന് പിന്നാലെ പാലക്കാട്ടെ MLA ഓഫീസ് പൂട്ടി രാഹുൽ നാടുവിട്ടു. ഇതിനിടെ മുൻകൂർ ജാമ്യാപേക്ഷ നേടാനുള്ള നീക്കങ്ങൾ അഭിഭാഷകൻ വഴി നടത്തുകയും ചെയ്തു. അറസ്റ്റ് ഭയന്ന് രാഹുൽ മുങ്ങിയത് സുഹൃത്തായ സിനിമാ താരത്തിന്റെ ചുവന്ന പോളോ കാറിലെന്ന വിവരം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി. രാഹുലിനായി സംസ്ഥാന വ്യാപകമായും അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലും കർണാടകത്തിലും സമാന്തര അന്വേഷണം നടക്കുന്നതിനിടെയാണ് കൂടുതൽ പരാതികൾ ഉയർന്നു വരുന്നത്. AI ഉള്ളടക്കം വ്യക്തമായ ലേബലുകൾ ഉൾക്കൊള്ളിക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഉപയോഗിക്കുന്ന AI അല്ലെങ്കിൽ ഡിജിറ്റലായി മാറ്റം വരുത്തിയ എല്ലാ ഉള്ളടക്കങ്ങളിലും AI ജനറേറ്റഡ് ഡിജിറ്റൽ എൻക്ലേവ്, സിന്തറ്റിക് കണ്ടന്റ് എന്നീ വ്യക്തമായ ലേബലുകൾ ഉൾക്കൊള്ളിക്കേണ്ടതാണെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായി ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ അറിയിച്ചു. വീഡിയോ സ്ക്രീനിങ്ങിന് മുകളിലായി ചിത്രങ്ങളിൽ കുറഞ്ഞത് 10% ഡിസ്പ്ലേ ഭാഗത്തും ഓഡിയോയിൽ ആദ്യ 10% സമയദൈർഘ്യത്തിലും ലേബൽ വ്യക്തമായി ഉണ്ടാക്കണം. ഉള്ളടക്കം സൃഷ്ടിച്ച വ്യക്തിയുടെ സ്ഥാപനത്തിന്റെ പേര് മെറ്റാഡാറ്റയിലും വിവരണത്തിലും വെളിപ്പെടുത്തണം. ആധുനിക സാങ്കേതിക വിദ്യകളിലൂടെ വ്യാജ ചിത്രങ്ങളും ശബ്ദ സന്ദേശങ്ങളും തെറ്റായ വിവരങ്ങളും നിർമ്മിക്കുന്നതും അവ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഉപയോഗിക്കുന്നതിനുമെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാവും. പ്രചരണത്തിന് ഉപയോഗിക്കുന്ന ഡീപ് ഫേക്ക്, സിന്തറ്റിക് കണ്ടന്റ് എന്നിവ പൊതുജനാഭിപ്രായത്തെ തെറ്റിദ്ധരിപ്പിക്കാനും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ബാധിക്കാനും സാധ്യതയുള്ളതിനാൽ മാതൃകാ പെരുമാറ്റച്ചട്ടം കൃത്യമായി പാലിക്കണം.
ഡീപ് ഫേക്ക്, വീഡിയോ, ഓഡിയോ, തെറ്റായ വിവരങ്ങൾ, സ്ത്രീകളെ അപമാനിക്കുന്നുള്ളടക്കം, കുട്ടികളെ പ്രചരണത്തിനായി ഉപയോഗിക്കുന്നത്, മൃഗങ്ങളോടുള്ള ഹിംസ പ്രചരിപ്പിക്കുന്നത് എന്നിവ പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ സൈബർ പോലീസിന്റെ നിരീക്ഷണത്തിൽ സ്വതന്ത്രവും നീതിപൂർവവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിന് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും സഹകരിക്കേണ്ടതുണ്ട്. മറ്റു പൊതു തെരഞ്ഞെടുപ്പുകളിൽ ബാധകമായിട്ടുള്ള ഇന്റർനെറ്റ് ആൻഡ് മൊബൈൽസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ മാർഗനിർദ്ദേശങ്ങൾ തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിനും ബാധകമാണ്. എല്ലാ ഇന്റർനെറ്റ് വെബ്സൈറ്റുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും 2000 ഇൻഫർമേഷൻ ആക്ടിലെ വ്യവസ്ഥകളും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങളും പാലിക്കേണ്ടതുണ്ട്. പ്രചരണത്തിന്റെ വിശ്വസ്തതയും മത്സരത്തിലെ തുല്യതയും ഉറപ്പാക്കുന്നതിന് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും പ്രചരണം നടത്തുന്നവരും ഇക്കാര്യം കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ്. കാൻഡിഡേറ്റ് സെറ്റിംഗ് ബുധനാഴ്ച മുതൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിനായി വോട്ടിംഗ് മെഷീനുകളിൽ ഡിസംബർ 3 ബുധനാഴ്ച മുതൽ കാൻഡിഡേറ്റ് സെറ്റിംഗ് നടത്തും. നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബാലറ്റ് യൂണിറ്റുകൾ സജ്ജമാക്കുന്നത്. പഞ്ചായത്ത് തലത്തിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തുകൾക്കായി 3 ബാലറ്റ് യൂണിറ്റുകളും 1 കൺട്രോൾ യൂണിറ്റുകളുമാണ് സജ്ജമാക്കുന്നത്. മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലത്തിൽ 1 വീതം ബാലറ്റ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റുമാണ് സെറ്റ് ചെയ്യുന്നത്. ഓരോ തലത്തിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ക്രമനമ്പർ, പേര്, ചിഹ്നം എന്നിവയടങ്ങിയ ബാലറ്റ് ലേബലാണ് ബാലറ്റ് യൂണിറ്റ് സജ്ജമാക്കുന്നത്. സ്ഥാനാർത്ഥികളുടെയും പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലാണ് വോട്ടിംഗ് മെഷീൻ കാൻഡിഡേറ്റ് സെറ്റിംഗ് നടത്തുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ ബാലറ്റ് ലേബൽ വെള്ള നിറത്തിലും, ബ്ലോക്ക് പഞ്ചായത്തിന്റെ പിങ്ക് നിറത്തിലും, ജില്ലാ പഞ്ചായത്തിന്റെ ഇളം നീല നിറത്തിലുമാണുള്ളത്. നഗരസഭകളുടെ കാര്യത്തിൽ വെള്ള നിറത്തിലുള്ളത് ബാലറ്റ് ലേബലുകളാണ് ഉപയോഗിക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു നിയോജക മണ്ഡലം 15-ൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കാത്തതിനാൽ എല്ലാ ബൂത്തുകളിലും ഓരോ തലത്തിലും ഓരോ ബാലറ്റ് യൂണിറ്റുകൾ മതിയാകും. കാൻഡിഡേറ്റ് സെറ്റിംഗിന് ശേഷം പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ഏതാനും മെഷീനുകൾ മോക്ക് പോൾ നടത്തും. മോക്ക് പോളിന്റെ ഫലം സന്നിഹിതരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും സ്ഥാനാർത്ഥികളെയും കാണിക്കും. തുടർന്ന് മോക്ക് പോൾ ഫലം ഡിലീറ്റ് ചെയ്ത് മെഷീനുകൾ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കും. വോട്ടെടുപ്പിന്റെ തലേദിവസം മറ്റ് പോളിംഗ് സാധനങ്ങൾക്കൊപ്പം മെഷീനുകളും പോളിംഗ് ഉദ്യോഗസ്ഥർ കൈമാറും. വോട്ടെടുപ്പ് ദിവസം രാവിലെ 6 മണിക്ക് അതത് പോളിംഗ് സ്റ്റേഷനിൽ വെച്ച് ഹാജരുള്ള പോളിംഗ് ഏജന്റുമാരുടെയും സ്ഥാനാർത്ഥികളുടെയും സാന്നിധ്യത്തിൽ മോക്ക് പോൾ നടത്തും. തുടർന്ന് 7 മണി മുതൽ വോട്ടെടുപ്പ് ആരംഭിക്കും. ദുരന്തക്കയത്തിൽ ഏറ്റുപെട്ടുപോയവർക്ക് സ്നേഹസ്പർശത്തിന്റെ തണലായിരുന്ന കാനത്തിൽ ജമീല MLAക്ക് കണ്ണീരോടെ വിട. അർബുദ രോഗത്തെ തുടർന്ന് അന്തരിച്ച MLAയുടെ മൃതദേഹം ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെ അത്തോളി കുനിയിൽക്കടവ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ സംസ്കരിച്ചു. പറമ്പത്ത് ബസാറിൽ അനുശോചന യോഗം ചേർന്നു. കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരത്തോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രി ചികിത്സയിലായിരിക്കെയായിരുന്നു അന്ത്യം. ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം രാവിലെ CPM നേതാക്കൾ ഏറ്റുവാങ്ങി പൊതുദർശനത്തിനായി ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിച്ചു. രാവിലെ 8 മണി മുതൽ 10 മണി വരെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലും 11 മണി മുതൽ കൊയിലാണ്ടി ടൗൺ ഹാളിലുമായിരുന്നു പൊതുദർശനം. CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, PK ശ്രീമതി, എളാരമരം കരീം, CPM സംസ്ഥാന കമ്മിറ്റി അംഗം P മോഹനൻ, DYFI സംസ്ഥാന പ്രസിഡന്റ് ബസീർ തുടങ്ങിയ വിവിധ നേതാക്കൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഉച്ച കഴിഞ്ഞ് തലക്കുളത്തൂരും പൊതുദർശനം നടന്നു. തുടർന്ന് തലക്കുളത്തൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. 3 പതിറ്റാണ്ടിലേറെക്കാലം കേരളത്തിലെ പൊതുപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന കാനത്തിൽ ജമീല 2 തവണ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചു. അവർ പഞ്ചായത്ത് പ്രസിഡന്റായി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ നിലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. ജനകീയ ആസൂത്രണം വഴി ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച കേരള പൊതുരംഗത്തിന് മികച്ച സംഭാവനകൾ നൽകിയ വനിതാ നേതാവായിരുന്നു ജമീല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ N സുബ്രഹ്മണ്യനെ 8572 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കാനത്തിൽ ജമീല വിജയിച്ചത്. ഈ വിജയത്തിലൂടെ മലബാറിൽ നിന്നുമുള്ള മുസ്ലിം വിഭാഗത്തിലെ ആദ്യ വനിതാ MLA എന്ന ചരിത്ര നേട്ടവും അവർ സ്വന്തമാക്കിയിരുന്നു. ചിഹ്നക്കര മുണ്ടുടുക്കാം, മാസാക്കാം പ്രചരണം. ചിഹ്നം പതിപ്പിച്ച കരയുള്ള മുണ്ടാണ് ഇനിയുള്ള നാളുകളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ ട്രെൻഡ്. അരിവാൾ ചുറ്റികയും നക്ഷത്രവും പതിപ്പിച്ച മുണ്ടുടുത്താൽ സ്ക്വാഡ് പ്രവർത്തനം കളറാകും. സ്ഥാനാർത്ഥിയുടെ സ്ക്വാഡിനിറങ്ങുന്ന പ്രവർത്തനങ്ങൾക്കും ആൺ പെൺ ഭേദമില്ലാതെ മുണ്ടുടുക്കാം. റാലികളിലും പ്രകടനങ്ങളിലും ചിഹ്നം പതിപ്പിച്ച മുണ്ടും ടീഷർട്ടുകളുമൊക്കെയായാൽ ആളുകൂടും, കാണാനും ആളുകൾ കൂടും. പാർട്ടിക്കും മുന്നണിക്കും അനുസരിച്ച് തരാതരം ചിഹ്നം തയ്യാറാക്കിയ മുണ്ടുകൾ വാങ്ങാം. അരിവാളും നെൽകതിരും കൈപ്പത്തിയും കോണിയും താമരയും കണ്ണടിയും കരയിലുണ്ട്.
കാനങ്ങാടെ കടയിൽ വിൽക്കാനെത്തിയവരിൽ കളർ മുണ്ടും വെള്ളമുണ്ടുമുണ്ട്. തെരഞ്ഞെടുപ്പിൽ റാലികൾ ആരംഭിക്കുന്നതോടെ ചിഹ്നം പതിച്ച മുണ്ടുകൾ ഹാജരാകുമെന്ന് വിൽപ്പനക്കാർ പറയുന്നു. 190 രൂപ മുതലാണ് മുണ്ടിന്റെ വില. ഒരുമിച്ച് വേണമെങ്കിൽ വിലപേശി വാങ്ങാം. സ്ഥാനാർത്ഥിയുടെ ഫോട്ടോവും ടാഗ്ലൈനും പേരും ചിഹ്നവുമൊക്കെ പതിപ്പിച്ച ടീഷർട്ടുകളും റെഡി. കൂടുതൽ എണ്ണം ഓർഡർ ചെയ്താൽ 2 ദിവസത്തിനകം പ്രിന്റ് ചെയ്ത് കയ്യിൽ തരും. 50 രൂപ മുതൽ മേലോട്ടാണ് വില. തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കാവുന്ന കൊടിതോരണങ്ങളും വിൽപ്പന കേന്ദ്രങ്ങളിൽ തയ്യാർ. നെയ്യാറ്റിൻകരയിൽ കുടുംബക്ഷേത്രത്തിനുള്ളിൽ 30 ലിറ്റർ മദ്യം സൂക്ഷിച്ച് 65-കാരൻ പിടിയിൽ. പുന്നക്കാട് സ്വദേശി പോറ്റി എന്ന അർജുനെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. വിഗ്രഹങ്ങൾക്കും ഫോട്ടോകൾക്കും ഇടയിൽ നിന്നാണ് 30 ലിറ്റർ മദ്യം എക്സൈസ് സംഘം പിടികൂടിയത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അനധികൃത മദ്യ വിൽപ്പന തടയുന്നതിനായി നെയ്യാറ്റിൻകരയിൽ എക്സൈസ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തിയിരുന്നു. ഇതിനിടെയാണ് പോറ്റി എന്നയാൾ വൻതോതിൽ മദ്യം ശേഖരിച്ച് ആവശ്യക്കാർക്ക് എത്തിക്കുന്നുവെന്ന വിവരം എക്സൈസിന് ലഭിക്കുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കുടുംബക്ഷേത്രത്തിൽ നിന്ന് വലിയ മദ്യശേഖരം കണ്ടെടുത്തത്. സംഭവത്തിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു. പരിശോധനയിൽ എക്സൈസ് ഇൻസ്പെക്ടർ AK അജയകുമാർ, പ്രിവൻറ്റീവ് ഓഫീസർമാരായ MS അരുൺകുമാർ, KR രജിത്ത്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ നന്ദകുമാർ, ഷിൻഡോ, എബ്രഹാം, ജിനേഷ് എന്നിവർ ഉണ്ടായിരുന്നു. ഇതോടെ ഇന്നത്തെ അസാധ്യ വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.